ഇത് കർണാടകയിലെ ഹാസൻ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു ഹൊയ്സാല ക്ഷേത്രമാണ് ബേലൂർ ചെന്നകേശവ ക്ഷേത്രം. മഹാവിഷ്ണുവിനായി സമർപ്പിച്ചിരിക്കുന്ന ഈ ക്ഷേത്രം ശില്പകലയുടെ അത്യുജ്വല മാതൃകയാണ്. 12-ാം നൂറ്റാണ്ടിൽ ഹൊയ്സാല രാജാവായിരുന്ന വിഷ്ണുവർദ്ധനനാണ് ഇത് നിർമ്മിച്ചത്. ക്ഷേത്രത്തിൻ്റെ ഉൾവശവും പുറം ഭിത്തികളും അതിസൂക്ഷ്മമായ കൊത്തുപണികളാൽ അലങ്കരിച്ചിരിക്കുന്നു. 4 പ്രവേശന കവാടങ്ങളും മനോഹരമായി കൊത്തിവെച്ച 48 തൂണുകളും ഇതിൻ്റെ പ്രത്യേകതയാണ്. വിഷ്ണുവർദ്ധന രാജാവിൻ്റെ പ്രഗത്ഭരാജ്ഞിയായ ശാന്തളാദേവിയാണ് ശില്പങ്ങളുടെ മാതൃകയെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിലെ 80-ലധികം മദനിക ശില്പങ്ങൾ നൃത്തം, സംഗീതം, വേട്ടയാടൽ തുടങ്ങിയ വിവിധ ഭാവങ്ങൾ ചിത്രീകരിക്കുന്നവയാണ്. ഇതിലെ ദർപ്പണസുന്ദരി, അതായത് കണ്ണാടി നോക്കുന്ന സുന്ദരി, പ്രശസ്തമാണ്. 3 തലമുറകളിലായി പണിത ഈ ക്ഷേത്രം പൂർത്തിയാക്കാൻ ഏകദേശം 103 വർഷങ്ങളെടുത്തു. യുദ്ധത്തിൽ നിരവധി തവണ ഈ ക്ഷേത്രത്തിന് നാശമുണ്ടാകുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്തെങ്കിലും ആവർത്തിച്ച് പുനർനിർമ്മിക്കപ്പെട്ടു. ഹസൻ പട്ടണത്തിൽ നിന്ന് 35 കിലോമീറ്ററും ബംഗളൂരിൽ നിന്ന് 200 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. 12-ാം നൂറ്റാണ്ടിലെ നൃത്തജീവിത രീതികളും നർത്തകികളും സംഗീതജ്ഞരും രാമായണം, മഹാഭാരതം, പുരാണങ്ങളിലുള്ള ഹിന്ദു രചനകൾ തുടങ്ങിയവയെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ക്ഷേത്രകലാസൃഷ്ടികളായി ചിത്രീകരിച്ചിട്ടുണ്ട്. താൻ യുദ്ധത്തിൽ മരിച്ചുപോയാൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ വിധവയായി കഴിയേണ്ടി വരുമെന്ന കാരണത്താൽ വിവാഹമേ വേണ്ടെന്ന് വെച്ച വിഷ്ണുവർദ്ധനനെ അദ്ദേഹത്തിൻ്റെ അമ്മ അതീവ സുന്ദരിയും നർത്തകിയുമായ ശാന്തളാദേവിയെ കണ്ടിഷ്ടപ്പെട്ട് മകന് അനുരൂപിയായ വധു ഇവൾ തന്നെയെന്ന് നിശ്ചയിച്ചു. അവർക്ക് കൊട്ടാരത്തിൽ നൃത്തം ചെയ്യുവാനുള്ള അവസരവും കൊടുത്തു. നൃത്തം കണ്ട് മോഹിച്ച വിഷ്ണുവർദ്ധനൻ അവരെ വിവാഹം ചെയ്യുകയും ചെയ്തു എന്നാണ് വാമൊഴി.